Hi everyone, I am Hashir. I represent Enepoya Kirks National University. ഈ MBBS അബ്രോഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഓപ്ഷൻ ബി ആണ്. ആക്ച്വലി ഓപ്ഷൻ എ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ നീറ്റ് എക്സാമിനേഷൻ എഴുതി കൗൺസിലിംഗ് കഴിഞ്ഞ് ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ സീറ്റ് കിട്ടി മെഡിസിന് ചേരുന്നതാണ് നമ്മളെല്ലാവരും ഓപ്ഷൻ എ ആയിട്ട് കണക്കൂട്ടുന്നത്. പക്ഷേ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഓപ്ഷൻ എയോളം കടപിടിക്കുന്ന ഒരു ഓപ്ഷൻ ബിയെക്കുറിച്ചാണ്. അതാണ് നമ്മുടെ നാട്ടിലുള്ള സൗത്ത് ഇന്ത്യയിൽ തന്നെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള എനപ്പോയ യൂണിവേഴ്സിറ്റിയുടെ എനപ്പോയ മെഡിക്കൽ കോളേജും കിർഗിസ്ഥാനിലെ വളരെ വിഖ്യാതമായിട്ടുള്ള പുരാതനമായിട്ടുള്ള കിർഗ്സ് നാഷണൽ യൂണിവേഴ്സിറ്റിയും തമ്മിൽ കൈകോർക്കുന്ന എനപ്പോയ കിർഗ്സ് നാഷണൽ യൂണിവേഴ്സിറ്റി മെഡിക്കൽ കൊളാബറേഷൻ പ്രോഗ്രാം. ആക്ച്വലി എന്താണ് ഈ കൊളാബറേഷൻ? ഈ നമ്മുടെ നാട്ടിലുള്ള എനപ്പോയ യൂണിവേഴ്സിറ്റിയും കിർഗിസ്ഥാൻ നാഷണൽ യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ള കൊളാബറേറ്റീവ് MBBS പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒത്തിരി ആശയക്കുഴപ്പങ്ങൾ വരാം. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനാണ് ഞാൻ അവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ഒന്ന് അക്കാഡമിക്സ്. നമ്മൾ ഈ വിദേശത്ത് MBBS അബ്രോഡ് അല്ലെങ്കിൽ വിദേശത്ത് MBBS ചെയ്യുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന ആ ഒരു നല്ല എഡ്യൂക്കേഷൻ അവിടെ പോയാൽ കിട്ടുമോ, അവിടെ ഉള്ള ടീച്ചേഴ്സും ലെക്ചേഴ്സൊക്കെ നമ്മുടെ നാട്ടിലുള്ള ലെക്ചേഴ്സിനെ പോലെ ആയിരിക്കുമോ, അല്ലെങ്കിൽ അവർ പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാവുമോ, ഇങ്ങനെയുള്ള ഒത്തിരി സംശയങ്ങൾ സാധാരണ വരാറുണ്ട്. ഇതിനുള്ള ഒരു ഏറ്റവും വലിയൊരു പരിഹാരമാണ് ഈ ഒരു കൊളാബറേഷൻ. എനപ്പോയിൽ പഠിച്ചിറങ്ങിയ കുട്ടികൾക്കും അതേപോലെ നമ്മുടെ നാട്ടിലുള്ള ഒത്തിരി ഡോക്ടേഴ്സിനൊക്കെ അറിയാം എനപ്പോയുടെ ഈ ടീച്ചിങ് ഫാക്കൽറ്റീസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. അപ്പോൾ ഈ നമ്മുടെ വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ ഫാക്കൽറ്റീസിനെ നമ്മുടെ അങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് അവിടെ കൊണ്ട് പറിച്ച് നടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്നത് ശരിക്കും ഒരു കിർഗിസ്ഥാൻ അല്ലെങ്കിൽ അവിടെയുള്ള ഫാക്കൽറ്റീസ് അല്ല, പകരം ഇന്ത്യയിലുള്ള എനപ്പോയ മെഡിക്കൽ കോളേജിലുള്ള വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിൻ്റെ ട്രെയിനിങ് ആണ് കിട്ടാൻ പോകുന്നത്. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ ഒരു സംശയം, വിദേശത്ത് നിലവിൽ മുൻപൊക്കെ നമുക്ക് വിദേശത്ത് MBBS പഠിക്കാനായിട്ട് പോകുമ്പോൾ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ആയിരുന്നു, MCI അല്ലെങ്കിൽ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒത്തിരി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതല്ല. ഇന്ന് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ കുറച്ച് ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ മാത്രമേ നമ്മൾ പഠിക്കാൻ പാടുള്ളൂ എന്നാണ് ഇപ്പോഴുള്ള ഒരു കണ്ടീഷൻസ്. അപ്പോൾ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ വയ്ക്കുന്ന ഗൈഡ് ലൈൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റിയിൽ കോഴ്സുകൾ 54 months നിർബന്ധമായി ഉണ്ടായിരിക്കണമെന്നാണ്. എനപ്പോയ കിർഗ്സ് നാഷണൽ യൂണിവേഴ്സിറ്റി കൊളാബറേഷൻ MBBS പ്രോഗ്രാമിൽ 54 മാസം നിർബന്ധം ആയിട്ട് ഉണ്ട് എന്നൊരു കണ്ടീഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം ഇത് 5+1 5 വർഷം അക്കാഡമിക്സും 1 വർഷം ഇൻറ്റേൺഷിപ്പും എന്ന ഒരു കണ്ടീഷൻ ഫോളോ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഒന്ന്. രണ്ട്, പഠിപ്പിക്കുന്ന ത്രൂ ഔട്ട് നിങ്ങളുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷിലായിരിക്കണം എന്നാണ് സെക്കൻഡ് ഗൈഡ് ലൈൻ. അതും ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. തേർഡ്, നമ്മുടെ ഇന്ത്യയിൽ പറയുന്ന പ്രിസ്ക്രൈബ് അല്ലെങ്കിൽ ഇന്ത്യൻ മെഡിക്കൽ കോളേജസിൽ പഠിപ്പിക്കുന്ന ചില നിർബന്ധമായിട്ടുള്ള സബ്ജക്ട്സുകൾ അതും അവിടെ ഉണ്ടായിരിക്കണം എന്നാണ്. അത് എനപ്പോയ ഈ കിർഗ്സ് നാഷണൽ യൂണിവേഴ്സിറ്റി ഈ പ്രോഗ്രാമിൽ അത് ഫോളോ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റായിട്ട് വരുന്നത് നമുക്ക് ഇന്ത്യൻ ഫാക്കൽറ്റി എന്ന് തന്നെയാണ്. ഈ ഇന്ത്യൻ ഫാക്കൽറ്റീസ് പഠിപ്പിക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു മെച്ചം എന്താണെന്ന് അറിയട്ടെ. ഇപ്പോൾ നമ്മൾ ഒത്തിരി വർഷങ്ങളായിട്ട് നമ്മൾ ഈ കുട്ടികളെ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കണ്ടുവരുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ റഷ്യയിലാവട്ടെ അല്ലെങ്കിൽ ജോർജിയയിലാവട്ടെ അല്ലെങ്കിൽ ഉക്രൈനിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ പറഞ്ഞത്, അവിടെയുള്ള ഫാക്കൽറ്റീസ് സംസാരിക്കുന്ന ഇംഗ്ലീഷ് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് എത്രത്തോളം ഫോളോ ചെയ്യാൻ പറ്റും എന്നതൊരു വലിയൊരു ചലഞ്ച് തന്നെയായിരുന്നു. അപ്പോൾ കുട്ടികളവിടെ പോയി ഫസ്റ്റ് ഒരു 6 or 7 അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ എടുത്തിട്ടാണ് അവരുടെ സ്ലാങ്ങിൽ ഇംഗ്ലീഷുമായി നമ്മുടെ കുട്ടികൾ പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ചലഞ്ചസ് ശരിക്കും ഇവിടെ ആദ്യം തൊട്ട് തന്നെ ഇല്ലാതാവുന്നു എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ്. നമ്മുടെ കുട്ടികളോട് ചെല്ലുമ്പോൾ തന്നെ ഇന്ത്യൻ ഫാക്കൽറ്റി ഇവരെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന, ഇവരെ കൾച്ചർ അറിയുന്ന, ഇവരെങ്ങനെ സംസാരിക്കണമെന്നും ഇവരോട് എങ്ങനെ ഇടപഴകണമെന്നും ഇവരുടെ മൂഡ് സ്വിങ്സ് പോലും അറിയുന്ന ഒരു ഫാക്കൽറ്റിയാണ് ഇവരെ പഠിപ്പിക്കുന്നു എന്നത് വളരെയധികം കാതലായിട്ടുള്ളൊരു പോയിൻ്റ് തന്നെയാണ്. ഇനി വരുന്നൊരു പോയിൻ്റാണ് ഹോസ്റ്റൽ ആൻഡ് ഫുഡ്. കുട്ടികളെക്കാളും കൂടുതലും പാരൻസിനായിരിക്കും ഈ വിഷയങ്ങളിൽ എപ്പോഴും ടെൻഷൻ ഉണ്ടാവുന്നത്. എങ്ങനെയായിരിക്കും ഹോസ്റ്റൽ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് ഹോസ്റ്റൽസ് ആയിരിക്കുമോ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫുഡ് അവൈലബിൾ ആയിരിക്കും, അറ്റ്ലീസ്റ്റ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫുഡ് അല്ലെങ്കിലും ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡെങ്കിലും കിട്ടുമോ എന്നായിരിക്കും ചില പാരൻസുകളൊക്കെ ഞങ്ങളോട് എപ്പോഴും ചോദിക്കാറുള്ളത്. പറയട്ടെ, എനപ്പോയ ശരിക്കും സൗത്ത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഈ സൗത്ത് ഇന്ത്യൻ കുട്ടികൾക്കുള്ള എല്ലാ ഫെസിലിറ്റീസും, നമ്മുടെ കൾച്ചറും നമ്മുടെ കസ്റ്റം പോലെ ബോയ്സിന് വേറെ തന്നെ ഹോസ്റ്റലായിരിക്കും, ഗേൾസിനും വേറെ തന്നെ ഹോസ്റ്റലായിരിക്കും. ഇത് വേറെ തന്നെ ഹോസ്റ്റൽ എന്ന് മാത്രമല്ല,
സേഫ് ആൻഡ് സെക്യൂർ ഹോസ്റ്റലായിരിക്കും. 24/7 അവിടെ നമ്മുടെ CCTV ക്യാമറാസും ആക്സസും ലോക്കേജും വാർഡനും ഒക്കെയുള്ള ഹോസ്റ്റലായിരിക്കും. ഇത് കൂടാതെ ഫുഡ് എന്ന് പറയുമ്പോൾ ഇവിടെ പഠിക്കുന്ന എനപ്പോയുടെ യൂണിവേഴ്സിറ്റികളിൽ ബാംഗ്ലൂരും മംഗലാപുരത്തൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കറിയാം, എനപ്പോയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഫുഡാണ്. നല്ല അടിപൊളി തനതായിട്ടുള്ള ഫുഡ്, നമ്മുടെ നാട്ടിലെ ടേസ്റ്റും സ്പൈസസും ഒക്കെ ഉള്ള ഫുഡാണ്. അത് തന്നെ ഇവിടുന്ന് എനപ്പോയ്ക്ക് ആക്ച്വലി ഇൻ ഹൗസ് ക്ലൗഡ് കിച്ചൺസ് വരെ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടുന്ന് തന്നെ ഷെഫ്സിനെ വരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. ഫാക്കൽറ്റീസിനെ കൊണ്ടുപോയവർക്ക് പിന്നെ ഷെഫ്സിനെ കൊണ്ടുപോകാനാണോ പ്രയാസം? അപ്പോൾ ഷെഫ്സിനെ വരെ കൊണ്ടുപോയി ഇന്ത്യൻ ഫുഡ് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഫുഡ് തന്നെ അവിടെ അവൈലബിൾ ആക്കുക എന്നാണ് ഇവരുടെ ലക്ഷ്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും പാരൻസും കുട്ടികളും ചിന്തിക്കുന്നതാവും ഇത്രയും ഫെസിലിറ്റീസും ഇങ്ങനെയുള്ളൊരു കൊളാബറേഷനും ഇവിടുന്ന് ഫാക്കൽറ്റീസ് അവിടെ ചെന്ന് പഠിപ്പിക്കുമ്പോഴേക്കും ഫീസ് സ്ട്രക്ചർ ഒരുപാട് കൂടുമോ? അതല്ല നമ്മുടെ നാട്ടിൽ ഈ എനപ്പോയിൽ ശരിക്കും നമ്മുടെ നാട്ടിലെ എനപ്പോയ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ എനപ്പോയ മെഡിക്കൽ കോളേജ് MCCയുടെ കീഴിൽ വരുന്ന പഠിക്കുമ്പോൾ ഒത്തിരി ഫീസാവും, ഇതേ ഫീസ് തന്നെ ആവുമോ എന്നൊരു സംശയം ഉണ്ടാവും. അല്ല, നമ്മുടെ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചറാണ് ഈ കിർഗിസ്ഥാൻ നാഷണൽ എനപ്പോയ കൊളാബറേഷനുള്ള ഫീസ് സ്ട്രക്ചർ. ഈ പറഞ്ഞതൊന്നും കൂടാതെ ഒത്തിരി ബെനിഫിറ്റ്സും ഒത്തിരി അഡ്വാൻറ്റേജസും കൂടിയുള്ള ഒരു പ്രോഗ്രാമാണ് ഈ കൊളാബറേഷൻ. അതിൽ ഒന്നാമത്തത് ഈ NMED ആപ്പ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ എനപ്പോയ യൂണിവേഴ്സിറ്റിയിൽ ഒത്തിരി നാളുകളായിട്ട് നടന്നുകൊണ്ട് ഇപ്പം നിങ്ങൾക്കറിയാം നാട്ടിൽ ലേണിംഗ് ആപ്പുകളുടെ കാലമാണ്. ലേണിംഗ് ആപ്പുകളുടെ കാലത്ത് നമുക്കും ലേണിംഗ് ആപ്പുകൾ നിങ്ങൾക്കറിയാം, ചിലപ്പോൾ ബൈജൂസ് ലേണിംഗ് ആപ്പും അതേപോലെ നാരായണ ലേണിംഗ് ആപ്പ് ഇങ്ങനെയുള്ള ഒരുപാട് ലേണിംഗ് ആപ്പുകൾ ഒക്കെ ഉപയോഗിച്ച് പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവാം. അതുകൊണ്ട് തന്നെ കാലത്തിനൊപ്പം സഞ്ചരിച്ചുകൊണ്ട് എനപ്പോയും ഈ സമയത്ത് ലേണിംഗ് ആപ്പുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇന്നൊരു ദിവസം ക്ലാസ് മിസ്സാവുകയാണ്. അപ്പോൾ എനിക്ക് ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ നാളെ വന്നിട്ട് ഈ നോട്ട്സ് എഴുതിയെടുക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ ലെക്ചർ അല്ലെങ്കിൽ ഈ ടീച്ചറുടെ അടുത്ത് പോയിരുന്ന് പഠിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ആബ്സെൻ്റ് ആയിട്ടുള്ള ദിവസം ടീച്ചർ എന്തായിരുന്നു പറഞ്ഞത്, ക്ലാസ്സിൽ എങ്ങനെയായിരുന്നു ലെക്ചർ നടന്നിരുന്നത്, എന്തായിരുന്നു പ്രാക്ടിക്കൽ എന്നെല്ലാം ഈ ആപ്പിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതുവഴി പഠിക്കാനും പറ്റും. ഇനി നാട്ടിൽ ഇന്ത്യൻ മെഡിക്കൽ കോളേജിൽ എനപ്പോയുടെ ഇന്ത്യൻ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ എനപ്പോയ മെഡിക്കൽ കോളേജിലും ഈ ആപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടോപ്പിക്സുമായിട്ടുള്ള റെഫറൻസിനും ഈ ആപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി കിർഗിസ്ഥാൻ നാഷണൽ യൂണിവേഴ്സിറ്റി എനപ്പോയ കിർഗിസ്ഥാൻ നാഷണൽ യൂണിവേഴ്സിറ്റി കൊളാബറേഷനിൽ വരുന്ന എല്ലാ കുട്ടികൾക്കും ഈ ആപ്പ് ലഭ്യമാണ്. 6 വർഷത്തെ കോഴ്സ് അല്ലെങ്കിൽ 72 മാസം ഇത്രയും ലോങ് ആയിട്ടുള്ള ഒരു കോഴ്സിനാണല്ലോ നമ്മൾ പോകുന്നത്. ഓക്കെ, ഈ 6 വർഷത്തിൽ ഒരു വർഷത്തിൽ ജൂലൈ ഓഗസ്റ്റ് എന്നുള്ളത് നോർമലി ലീവാണ്, വെക്കേഷനാണ്. ഈ ജൂലൈ ഓഗസ്റ്റ് നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നോർമലി വിദേശത്ത് MBBS പഠിക്കുന്ന കുട്ടികൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ക്ലിനിക്കൽ റൊട്ടേഷൻ അല്ലെങ്കിൽ ഈ ഒബ്സർവർഷിപ്പിന് പോകാറുണ്ട്. പക്ഷെ അത് ഭയങ്കര പാടായിട്ട് കുട്ടികൾക്ക് കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ എനപ്പോയ ചെയ്യുന്ന ഒരു സൗകര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ കൊളാബറേറ്റീവ് പ്രോഗ്രാമിൽ MBBSൽ പഠിക്കുന്ന കുട്ടികൾക്ക് എനപ്പോയിൽ തന്നെ എനപ്പോയുടെ മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ എനപ്പോയുടെ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ എനപ്പോയ മെഡിക്കൽ കോളേജുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി ഇന്ത്യൻ ഹോസ്പിറ്റലുകളിൽ ഇവർ ഒബ്സർവർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ടുള്ളൊരു മെയിനായിട്ടുള്ളൊരു പ്രശ്നം അല്ലെങ്കിൽ ഒരു വിഷയം പാരൻസിന് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്നത്, വിദേശത്ത് MBBS ഒക്കെ പഠിച്ചു വന്നു, ശരി സാറ് പറഞ്ഞ പോലെ വിദേശത്ത് MBBS ഒക്കെ പോയി പഠിച്ചു വന്നു, തിരിച്ചിവിടെ വന്നിട്ടുള്ള എക്സാമിനേഷൻ. അതാണല്ലോ നമ്മുടെ എല്ലാം ലക്ഷ്യം. ഇന്ത്യയിലൊരു ഡോക്ടറായിട്ട് പരിശീലിക്കുക അല്ലെങ്കിൽ ഇവിടെ വന്ന് വർക്ക് ചെയ്യുക എന്നാണല്ലോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നിങ്ങൾക്കറിയാം ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷനൊക്കെ മാറി ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കും വിദേശത്ത് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇനി നെക്സ്റ്റ് എക്സാമിനേഷൻ ആണല്ലോ. അപ്പോൾ ഈ നെക്സ്റ്റ് എക്സാമിനേഷൻ എങ്ങനെ അല്ലെങ്കിൽ നെക്സ്റ്റ് എക്സാമിനേഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നാമത്തെ കാര്യം നമ്മുടെ ഫാക്കൽറ്റി ഇന്ത്യൻ ഫാക്കൽറ്റി തന്നെയാണ് അവിടെ പഠിപ്പിക്കുന്നത്. ഇന്ത്യൻ ടോപ്പിക്സിനാണ് വെയിറ്റേജ് കൂടുതലും. ഇനി വന്ന് നിങ്ങൾ പഠിച്ചിറങ്ങി ഓരോ വർഷവും നിങ്ങളിവിടെ നാട്ടിൽ വരുമ്പോൾ ഒബ്സർവർഷിപ്പും നമ്മുടെ കേസസിനോടും നിങ്ങൾ പൊരുത്തപ്പെട്ടു. ഇനി 5 വർഷം കഴിഞ്ഞ് അവിടെ 1 വർഷം ഇൻറ്റേൺഷിപ്പും കഴിഞ്ഞ് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ 6 മന്ത്സ്, അതായത് നിങ്ങളുടെ നെക്സ്റ്റ് എക്സാമിനേഷൻ എഴുതുന്നതിന് മുമ്പുള്ള 6 മന്ത്സ് നിങ്ങൾക്കിവിടെ ഈ നെക്സ്റ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള അതിനുവേണ്ടി മാത്രമുള്ള ഒരു ട്രെയിനിങ് കൂടെ എനപ്പോയ തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും കേസസും കേസ് സ്റ്റഡീസും അക്കാഡമിക്സും കൂടിയുള്ള ഒരു സമന്വയമായിട്ടുള്ളൊരു ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ 6 മന്ത്സ് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ അഡ്മിഷനെ കുറിച്ച് അറിയണ്ടേ. ഈ അഡ്മിഷൻ പ്രോസസ്സ് വളരെ ട്രാൻസ്പാരൻ്റ് ആണ്. ഈ ഒരു ഇൻടേക്കിലേക്കുള്ള സീറ്റുകൾ വളരെ പരിമിതമാണെങ്കിലും ഇതിൻ്റെ പ്രീ ബുക്കിങ്സൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ട്രാൻസ്പാരൻസി എന്ന് പറഞ്ഞാൽ എനപ്പോയുടെ ബാംഗ്ലൂരിലെ ഹെഡ് ഓഫീസിലേക്കോ
അല്ലെങ്കിൽ മംഗലാപുരത്തിലെ മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ കൊച്ചിയിലെ റീജിയണൽ ഓഫീസിലേക്കോ നിങ്ങൾക്ക് വന്ന് നേരിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇപ്പോൾ നീറ്റ് എക്സാമിനേഷൻ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നീറ്റ് റിസൾട്ട് വന്നിട്ടോ ഒക്കെ നോക്കുമ്പോഴേക്കും ചിലപ്പോൾ നമ്മുടെ സീറ്റ്സുകളൊക്കെ കഴിഞ്ഞ് കാണും. അപ്പോൾ ഇതിനുള്ള പ്രീ ബുക്കിംഗ് സൗകര്യം അവൈലബിൾ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ 1-to-1 സെഷനോ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാര്യങ്ങളെക്കുറിച്ച് അറിയാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ്. താങ്ക് യു.